ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അതായത് ദുഃഖവെള്ളി. ഈ പേരിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ദുഃഖവെള്ളിയും ഗുഡ് ഫ്രൈഡേയും രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ കാര്യമൊന്നുമല്ല ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശുക്രിസ്തു ഏത് ദിവസം മരിച്ചു എന്നാണ് ഞാനിന്ന് നിങ്ങളോട് കാണിക്കുവാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കണം, യേശുക്രിസ്തു ഏത് ദിവസമാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാം നാൾ, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ഞായറാഴ്ചയാണെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് മത്തായി 28 1 വാക്യത്തിൽ തന്നെ കാണാൻ പറ്റും. അതായത് ആഴ്ചവട്ടത്തിൻ്റെ ശബത്ത് കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയും സ്ത്രീകളും അവിടെ വരികയാണ്. കല്ലറയിൽ ആളില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കാരണം നമുക്ക് കാണാം, യേശുക്രിസ്തു ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ ഉയർത്തെഴുന്നേറ്റു. ശബത്ത് കഴിഞ്ഞിട്ട്, അതായത് ശനിയാഴ്ച കഴിഞ്ഞിട്ട്, ശനിയാഴ്ചയാണല്ലോ സാധാരണ ശബത്ത് വരുന്നത്, ആ കഴിഞ്ഞിട്ട് ഞായറാഴ്ച, അതായത് പിറ്റേ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ. അപ്പോൾ നമുക്ക് ഉറപ്പായ കാര്യം ഇതാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് ലോകത്തിൽ യേശുക്രിസ്തു വെള്ളിയാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് പറയുന്നത്? വെള്ളിയാഴ്ചയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം ഒരു വലിയ പ്രശ്നം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. വെള്ളിയാഴ്ചയാണ് യേശുക്രിസ്തു മരിച്ചത് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ ആയതെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം മറഞ്ഞിരിപ്പുണ്ട്. അതായത് മത്തായി 12 ഈ ഒരു പ്രശ്നം ഇരിക്കുന്നത്. മത്തായി 12 40 വാക്യം ഒന്ന് വായിച്ചു നോക്കുക. യോന കടലാനയുടെ, അതായത് ഇംഗ്ലീഷിൽ കടലാന എന്നല്ല എഴുതിയിരിക്കുന്നത്, സീ മോൺസ്റ്റർ, ആ ഒരു ജീവിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും, അതായത് കല്ലറയിലിരിക്കും. 3 രാത്രിയും 3 പകലും. നിങ്ങൾ വെള്ളിയാഴ്ച കണക്കൂട്ടി, യേശുക്രിസ്തു വെള്ളിയാഴ്ചയാണ് മരിച്ചതെന്ന് കണക്കൂട്ടി നോക്കുക. വെള്ളിയാഴ്ച യേശുക്രിസ്തു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിൽ അവിടെ 3 രാവും 3 പകലും ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. മനസ്സിലായോ? 3 രാവും 3 പകലും ഉണ്ടായിരിക്കണം. പല സ്ഥലത്തും വേറെ രീതിയിൽ, അതായത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ കാര്യം പോലും യേശുക്രിസ്തു ഈ പറഞ്ഞതിനോട് യോജിച്ചു വരണം, 3-ാം നാൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, യേശുക്രിസ്തു വ്യാഴാഴ്ചയാണ് മരിച്ചതെങ്കിലോ, വ്യാഴാഴ്ചയാണ് യേശുക്രിസ്തു ക്രൂശിലായി അവനെ കല്ലറയിൽ അടക്കം ചെയ്തതെങ്കിലോ അവിടെ 3 രാവും 3 പകലും വരുന്നുണ്ട്. അതുപോലെ വ്യാഴാഴ്ച മരിച്ചു, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് കാണാൻ പറ്റും. പക്ഷെ പലപ്പോഴും വരുന്ന പ്രശ്നം ഇതാണ്, ആളുകൾ നോക്കുമ്പോൾ, അതായത് ശബത്ത് എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും. കാരണം ശരിയാണ്, അത് ഒരു നല്ലൊരു സംശയവും നല്ലൊരു കാരണവുമാണ്. നമുക്ക് യോഹന്നാൻ 19:31 വാക്യത്തിലാണ് ഇതിനുള്ള ആൻസർ കിട്ടാൻ പോകുന്നത്. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിക്കണേന്ന് വന്ന് പെട്ടെന്ന് ശബത്താകുന്നതിന് മുൻപ് തന്നെ കാരണം അവരുടെ ഒരു ദിവസം, യഹൂദന്മാരുടെ ഒരു ദിവസം 6 മണി മുതലാണ്, വൈകിട്ട് 6 മണി മുതലാണ് യഹൂദന്മാരുടെ ആ ഒരു ദിവസം ആരംഭിക്കുന്നത്. അതാകുന്നതിന് മുമ്പേ ഈ ഒരു ക്രൂശിൽ നിന്ന് ഈ ഒരു ബോഡീസൊക്കെ എടുക്കാനായിട്ടാണ് ഇവർ അപേക്ഷിക്കണത് വന്ന്. കാരണം അവിടെ പറയുന്നുണ്ട് പിറ്റേ ദിവസം ശബത്താണ്. പക്ഷെ ഇംഗ്ലീഷിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഫോർ ദാറ്റ് സാബത്ത് ഡേ വാസ് ആൻ ഹൈ ഡേ. ഒരു പ്രത്യേക ശബത്തായിരുന്നു. ഈ ഒരു ശബത്ത് സാധാരണ വരുന്ന ശനിയാഴ്ച ശബത്തുകളല്ലായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുക. ഇത് ഞാൻ വാദിക്കാൻ വേണ്ടി പറയണതല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ലെവിറ്റിക്കസ്, അതായത് ലേവ്യ പുസ്തകം 23:7 വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. ലേവ്യ പുസ്തകം 23:7 വളരെ വ്യക്തമായിട്ടൊരു കാര്യം കാണാം. പെസഹ പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസം ഒരു പ്രത്യേക ശബത്താണ്. സാധാരണ വരുന്ന ശനിയാഴ്ച ശബത്തുകളെ പോലെയല്ല, ഒരു പ്രത്യേക ശബത്താണ്. ആ ഒരു 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം, സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ശബത്ത് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ശനിയാഴ്ച എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ശനിയാഴ്ച മാത്രമല്ല ശബത്ത് എന്ന് പറയുന്നത്, പ്രത്യേക ശബത്തുകൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ലേവ്യ പുസ്തകം 23:7 പറയുന്നത് പോലെ പ്രത്യേകമായ ഒരു ശബത്തായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഒരു പ്രത്യേക ശബത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ വരുന്ന ശനിയാഴ്ച ശബത്തുണ്ട്. അത് കഴിഞ്ഞാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ.
അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു യേശുക്രിസ്തു പറഞ്ഞ കാൽക്കുലേഷൻ കറക്റ്റ് ആവും. കാരണം 3 രാവും 3 പകലും അവൻ ആ കല്ലറയിൽ ഉണ്ടായിരിക്കണമെന്ന് യേശുക്രിസ്തു ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാം 3 ദിവസം, അതായത് നിങ്ങൾ ഈ ഒരു മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ ഇത് വീണ്ടും പണിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ട് വേറെ സ്ഥലത്ത് വേറൊന്നും എഴുതൂല. മനസ്സിലായി? അതൊരു കോൺട്രഡിക്ഷൻ ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഈ ഒരു വ്യക്തമായ കാര്യത്തോട് യോജിച്ചതായിരിക്കും ബാക്കിയെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളല്ല, ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, യേശുക്രിസ്തു മരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അത് ഏത് ദിവസമാണെന്ന് പോലും വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. മരിച്ചത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഉയർത്തെഴുന്നേറ്റതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം 1 കൊരിന്ത്യർ 15:17 നിങ്ങൾ വായിച്ചു നോക്കുക. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കുവാനായിട്ട് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം എപ്പോഴും നമ്മൾ പാരമ്പര്യമായ കാര്യങ്ങളിൽ തന്നെ പിന്തുടർന്ന് പോകുന്നത് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ബൈബിൾ പ്രകാരമാണെങ്കിൽ അത് നല്ലതാണ്, ബൈബിളിനോട് അകന്നു പോവുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല. അപ്പോൾ നിങ്ങൾ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് 100% ഫോളോ ചെയ്യാം. യേശുക്രിസ്തു പറഞ്ഞത് വളരെ വ്യക്തമാണ്, ഞാൻ 3 രാവും 3 പകലും ഞാൻ ആ കല്ലറയിൽ, അതായത് ഭൂമിയുടെ ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം ബാക്കി വരുന്ന നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു തീയതികളായാലും ദിവസങ്ങളായാലും എന്താണെങ്കിലും. താങ്ക് യു.